വെബ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീച്ചറാണ്, ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു പവർഫുൾ ഫീച്ചറാണ്. അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രിപ്റ്റ്സ് റൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ മെയിൻ ത്രെഡിനെ യൂട്ടിലൈസ് ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ടിൽ ചെന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള കോംപ്ലക്സ് ടാസ്കുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്യണമെങ്കിലോ ഇമേജിനെ റീസൈസ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെബ് വർക്കേഴ്സിനെ ഏൽപ്പിക്കാം. അപ്പൊ നിങ്ങളുടെ മെയിൻ ത്രെഡ് ബിസി ആയിരിക്കില്ല. ഇത് സെപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്തോളും. യൂസറിന്റെ മെഷീനിലെ മൾട്ടിപ്പിൾ കോർസിനെയോ അല്ലെങ്കിൽ പ്രോസസ്സേഴ്സിനെയോ ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ടാസ്കുകളോ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഇതുപോലെ വലിയ വലിയ ടാസ്കുകളൊക്കെ ഈസി ആയിട്ട് അതിന് ചെയ്യാൻ പറ്റും. നോർമലി ഡയറക്റ്റ് മെയിൻ ത്രെഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എഫിഷ്യന്റ് ആയിട്ട് മെയിൻ ത്രെഡിന്റെ ലോഡ് കുറയുകയും ചെയ്യും. കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ടും വെബ് വർക്കേഴ്സിന് പറ്റും. വെബ് വർക്കേഴ്സിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് ആയിട്ട് ഡോമിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡലിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ് പേജിന്റെ യൂസർ ഇന്റർഫേസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റില്ല.